കനത്ത മഞ്ഞിൽ തട്ടിച്ചിതറുന്ന തെരുവു വിളക്കിന്റെ മഞ്ഞ വെളിച്ചത്തിലേക്ക് ഒരു നിലവിളി പോലെ ബ്രേക്ക് ഇട്ടുകൊണ്ട് ആ ബസ് വന്നു നിന്നു. വായുവിൽ ഡീസലിന്റെയും പഴകിയ ഇരുമ്പിന്റെയും മണം കലർന്നിരുന്നു. അവൾ ബസ്സിന്റെ ഉള്ളിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ തണുത്ത ഒരു കാറ്റ് അവളെ പൊതിഞ്ഞു. അകത്തിരിക്കുന്നവർ പരസ്പരം നോക്കുന്നില്ല. അവരുടെ കണ്ണുകൾ ശൂന്യതയിൽ തറഞ്ഞു നിൽക്കുകയാണ്. ആരും ശബ്ദിക്കാത്തതുകൊണ്ട് പ്രകമ്പനം കൊള്ളുന്ന ഒരു നിശബ്ദതയുണ്ടായിരുന്നു ബസ്സിനകത്ത്. അവൾ സീറ്റിലിരുന്നു. പെട്ടെന്ന് എഞ്ചിനിരമ്പി. ബസ് വേഗത കൈവരിച്ചപ്പോൾ പുറത്തെ കാഴ്ചകൾ വെറും നിഴൽ ചിത്രങ്ങളായി മാറി. പരിചിതമായ നഗരവീഥികൾക്ക് പകരം അവൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഭീതിപ്പെടുത്തുന്ന വിജനതയിലൂടെ ബസ് പായാൻ തുടങ്ങി. സീറ്റുകൾക്കിടയിലൂടെ ഒഴുകിവരുന്ന നേർത്ത പുകമഞ്ഞ് അവളുടെ കാൽപാദങ്ങളെ സ്പർശിച്ചപ്പോൾ അവൾ ഭയത്തോടെ കാലുകൾ പിൻവലിച്ചു. ബസ്സിനുള്ളിലെ തണുപ്പിന് ഇപ്പോൾ കഠിനമായ മരവിപ്പായിരുന്നു. ഓരോ യാത്രക്കാരനും ഇറങ്ങുന്തോറും ബാക്കിയുള്ളവരുടെ മേലുള്ള സമ്മർദ്ദം ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ കൂടി വരികയാണ്. അവളുടെ തൊട്ടടുത്ത സീറ്റിലിരുന്ന വൃദ്ധൻ വിറയ്ക്കുന്ന കൈകളോടെ തന്റെ നെഞ്ചിൽ അമർത്തിപ്പിടിച്ചിരുന്ന ഒരു കത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, "ഇതയക്കാനെന്ന് എനിക്ക് ധൈര്യമില്ലായിരുന്നു." അയാളുടെ ശബ്ദം ആ ശൂന്യതയിൽ വല്ലാതെ മുഴങ്ങി. അദ്ദേഹം വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, "എനിക്ക് ആ ട്രെയിൻ പിടിക്കാമായിരുന്നു. അന്ന് ഞാൻ പോയിരുന്നെങ്കിൽ അവൾ ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ഒരു നിമിഷം, ഒരേ ഒരു നിമിഷം മതിയായിരുന്നു എല്ലാം മാറ്റാൻ." ബസ് ഉടനെ ഒരു ആഘാതത്തോടെ നിശ്ചലമായി. പിന്നാലെ ലോഹപ്പാളികൾ ഉരസുന്ന ശബ്ദത്തോടെ വാതിൽ തുറന്നു. അദ്ദേഹം മഞ്ഞിലേക്കിറങ്ങി മറഞ്ഞതും ബസ് വീണ്ടും വന്യമായ വേഗത കൈവരിച്ചു. ജനാലയ്ക്കപ്പുറം കാലം തെറ്റിയ കാഴ്ചകളായിരുന്നു. ഒരിക്കൽ അവൾ പോകാൻ കൊതിച്ച യാത്രകൾ, ഉപേക്ഷിച്ച സ്വപ്നങ്ങൾ, ഭയം കൊണ്ട് പറയാതെ പോയ വാക്കുകൾ എന്നിവയുടെ അവ്യക്തമായ ദൃശ്യങ്ങൾ അവിടെ മിന്നിമറഞ്ഞു. തൻ്റെ ഓരോ ശ്വാസത്തിലും ആ പഴയ നഷ്ടങ്ങളുടെ ഭാരം കൂടി വരുന്നതായി അവൾ തിരിച്ചറിഞ്ഞു. സീറ്റുകൾ ഓരോന്നായി ഒഴിഞ്ഞതോടെ ഇനി ആ ബസ്സിൽ അവൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ബസ്സിനുള്ളിലെ അന്തരീക്ഷം ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദതയിലേക്ക് വഴിമാറി. ഡ്രൈവറുടെ സീറ്റിലേക്ക് നോക്കിയ അവളുടെ രക്തം ഭയം കൊണ്ട് തണുത്തുറഞ്ഞു. അവിടെ ആരുമില്ലായിരുന്നു. സ്റ്റിയറിംഗ് അദൃശ്യമായ ഏതോ കൈകളാൽ നിയന്ത്രിക്കപ്പെടുന്നതുപോലെ വന്യമായി തനിയെ തിരിയുന്നു. ഗിയറുകൾ മാറുമ്പോഴുണ്ടാകുന്ന ലോഹശബ്ദം ആ നിശബ്ദതയെ കീറിമുറിച്ചു. ഈ ബസ് നിയന്ത്രിക്കുന്നത് ഒരു ഡ്രൈവറല്ല, മറിച്ച് ഇതിനുള്ളിലുള്ളവരുടെ തകർന്നുപോയ മനസ്സുകളാണെന്ന് അവൾ ഭീതിയോട് തിരിച്ചറിഞ്ഞു. ഭിത്തികളിൽ അവളുടെ ഭൂതകാലം നിഴലുകൾ പോലെ തെളിഞ്ഞു വന്നു. അവൾ ആ സീറ്റിൽ ചുരുണ്ടുകൂടി സ്വയം ചോദിച്ചു, "ഇതൊന്നും സത്യമല്ല. എനിക്കെന്താണ് സംഭവിക്കുന്നത്? എവിടെയാണ് എനിക്ക് വഴി തെറ്റിയത്?" ഓരോ സ്റ്റോപ്പ് പിന്നിടുമ്പോഴും വണ്ടിക്ക് ഭ്രാന്തമായ വേഗതയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ മാറ്റിവെച്ച, പാതി വഴിയിൽ ഉപേക്ഷിച്ച ആ നിമിഷം ഏതായിരുന്നു? ഓർമ്മകളുടെ ഭാരം അവളുടെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. കനത്ത ഇരുമ്പുദണ്ടുകൊണ്ട് നെഞ്ചിൽ ആഞ്ഞടിക്കുന്നതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ബസ് പെട്ടെന്ന് ഒരു കൊക്കയുടെ അരികിലൂടെ എന്ന പോലെ വശങ്ങളിലേക്ക് ചരിഞ്ഞു പോകുന്നു. ടയറുകൾ റോഡിലുരസുന്ന ഭീകരമായ ശബ്ദം അവളുടെ കാതുകളിൽ തുളച്ചുകയറി. സീറ്റിൽ തനിച്ചായ അവൾ വിറയ്ക്കുന്ന കൈകളോടെ മുൻപിലെ കമ്പികളിൽ മുറുകെ പിടിച്ചു. മരണം തൊട്ടടുത്തെത്തിയെന്ന് തോന്നിയ ആ നിമിഷം അവളുടെ മുന്നിലെ ജനാലയിൽ ഒരു ദൃശ്യം തെളിഞ്ഞു. വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു മഴക്കാലം. അന്ന് അവൾക്ക് ലഭിച്ച വലിയൊരു അവസരം, ലോകം കാണാനുള്ള ആ വലിയ സ്വപ്നം വെറുമൊരു മടി കൊണ്ടും ആത്മവിശ്വാസമില്ലായ്മ കൊണ്ടും വേണ്ടെന്ന് വെച്ച ആ തീരുമാനം. അവൾ അതൊക്കെ ഓർത്തുകൊണ്ട് സ്വയം പറഞ്ഞു, "മറ്റാരെയൊക്കെയോ ആണ് ഞാൻ ഇതുവരെ എല്ലാത്തിനും കുറ്റപ്പെടുത്തിയിരുന്നത്. പക്ഷെ മാറ്റേണ്ടിയിരുന്നത് എന്നെ തന്നെയായിരുന്നു." ഈ യാത്ര ഇങ്ങനെ നീളുന്നത് തൻ്റെ ഉള്ളിലെ ഭയം കൊണ്ടാണെന്നും മാറ്റമില്ലാതെ തുടരുന്ന തൻ്റെ ഈ അവസ്ഥയാണ് ഈ ബസ്സിലെ അവസാനത്തെ ഭാരമെന്നും അവൾ തിരിച്ചറിഞ്ഞു. ഭീരുത്വം കൊണ്ട് താൻ വേണ്ടെന്ന് വെച്ച ഓരോ ദിവസവും അവളുടെ മുന്നിൽ ജീവനുള്ള രൂപങ്ങളായി നിന്നു. "ഇനി എനിക്ക് ഒളിച്ചോടാൻ വയ്യ. എൻ്റെ ജീവിതം ഇനി ഞാൻ തന്നെ തീരുമാനിക്കും" എന്നവൾ സർവശക്തിയുമെടുത്ത് ഉറക്കെ പറഞ്ഞു. ആ വാചകം അന്തരീക്ഷത്തിൽ മുഴങ്ങിയതും ബസ് ആഞ്ഞു കുലുങ്ങിക്കൊണ്ട് പെട്ടെന്ന് നിശ്ചലമായി. പുറത്തെ അലർച്ചകളും എഞ്ചിന്റെ ഇരമ്പലും പെട്ടെന്ന് നിലച്ചു. കനത്ത ഇരുമ്പ് വാതിൽ ഒരു നിശ്വാസമെന്നോണം അവളുടെ മുന്നിൽ തുറന്നു. അവൾ പതുക്കെ പുറത്തേക്ക് കാലെടുത്തു വെച്ച് നിലത്തിറങ്ങിയതും ആ വണ്ടി ഒരു പുകമഞ്ഞു പോലെ ശബ്ദമില്ലാതെ അന്തരീക്ഷത്തിൽ മാഞ്ഞുപോയി. മഞ്ഞും ഇരുട്ടും മാറി പുലർച്ചെയുടെ ആദ്യ കിരണങ്ങൾ ആ ബസ് സ്റ്റോപ്പിൽ പതിച്ചു. ചുറ്റും നോക്കിയപ്പോൾ പഴയ വിജനതയില്ല. ദൂരെ നഗരം ഉണരുന്നതിൻ്റെ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയിരുന്നു. ഓരോ ശ്വാസത്തിലും ഒരു പുതിയ ഉണർവ് അവൾ അനുഭവിച്ചു. ഒരിക്കൽ നഷ്ടപ്പെടുത്തിയ ആ പഴയ ആത്മവിശ്വാസം തിരിച്ചു പിടിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. ഭയത്തിൻ്റെ നിഴലുകൾക്ക് ഇനി തൻ്റെ മേൽ അധികാരമില്ലെന്ന ഉറപ്പോടെ പുതിയൊരു തീരുമാനത്തിൻ്റെ ധൈര്യവുമായി അവൾ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നടന്നുകയറി.